സെൻസേഷണലായ തുടർ കൊലപാതകങ്ങളുടെ അന്വേഷണത്തിൽ വഴിമുട്ടി നിൽക്കുന്ന നായകൻ. യാതൊരു ലൂപ്പ് ഹോളും ഉപേക്ഷിക്കാത്ത ഒരു ക്രൈമിന്റെ അങ്ങും ഇങ്ങും തൊടാത്ത കേസ് ഫയലുകളും പത്രക്കുറിപ്പുകളും ചിത്രങ്ങളും ചിതറിക്കിടക്കുന്ന മുറിയിൽ പെട്ടെന്ന് അയാൾക്കൊരു പിടിവള്ളി കിട്ടുന്നു. നിലത്ത് ചിതറിക്കിടക്കുന്ന വിക്ടിമുകളുടെ ഫോട്ടോകൾക്കിടയിലേക്ക് വീഴുന്നൊരു കുരിശ്, അതിലെ ക്രൂശിതനായ യേശു. തൊട്ടടുത്ത് പാതി തുറന്നിരുന്ന ബൈബിളിലെ വാക്യങ്ങളിലേക്ക് നോട്ടം അയച്ച് അയാൾ പ്രതീക്ഷ കണ്ടെത്തുന്നു. കയ്യിൽ കരുതിയ തെളിവുകളുമായി ഇരുട്ടിനെ വകവയ്ക്കാതെ പള്ളിയിലേക്ക് കയറി ചെല്ലുന്ന നായകൻ ആ വാചകങ്ങൾക്കോ ഭാഷയ്ക്കോ ക്രിസ്ത്യാനിറ്റിയുമായോ ക്രൂസിഫിക്കേഷനുമായോ ബന്ധമുണ്ടോ എന്ന് അച്ഛനോട് ആരായുന്നു. തിരികെ മടക്കത്തിൽ ചുമരിൽ തൂങ്ങിക്കിടന്ന ഒരു ചിത്രം ഇരച്ചു കയറി വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊപ്പം കാഴ്ചക്കാരിൽ കൗതുകം വളർത്തും. നായകന്റെ നോട്ടം ചിത്രത്തിൽ കുരുങ്ങും. ജീസസ് ഏത് ഭാഷയിലാണ് സംസാരിച്ചത് എന്നതിന് അച്ഛൻ നൽകുന്ന ഉത്തരം അരാമിയ. ആ കേസിന്റെ ചുരുളഴിക്കാനുള്ള ആദ്യ പടിയാവുന്നു. അരാമിയ ഭാഷയിൽ എഴുതിയ തെളിവുകൾ ഡീകോഡ് ചെയ്യുന്ന സാം അലക്സിലാണ് മെമ്മറീസ് എന്ന ചിത്രം അതിന്റെ ആദ്യ ഭാഗം അവസാനിപ്പിച്ചത്. സ്ലോ പേസിൽ പ്ലോട്ട് ബിൽഡ് ചെയ്യുന്ന ചിത്രം അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ നുവാൻസുകളായി അഴിച്ചെടുത്ത പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ഒരു നീണ്ട കൗതുക കാഴ്ചയായിരുന്നു. അതേ വർഷം അതേ സംവിധായകൻ മറ്റൊരു ചിത്രവുമായി കൂടെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തി. മലയാള സിനിമയുടെ ബെഞ്ച് മാർക്ക് ചിത്രം ദൃശ്യം. ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഒപ്പത്തിനൊപ്പം ബ്രില്യന്റ് അപ്രോച്ച് എന്ന് പ്രശംസിക്കപ്പെട്ടു. ആകെ പതറി നിന്ന ബോളിവുഡിന് പോലും പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളിയായി ദൃശ്യം രണ്ടാം ഭാഗത്തിന്റെ റീമേക്ക് മാറി. സിനിമയ്ക്ക് ധൈര്യപൂർവ്വം ടിക്കറ്റ് എടുത്ത് കയറാൻ പിന്നീട് അങ്ങോട്ട് ആ സംവിധായകന്റെ പേര് മാത്രം മതിയായിരുന്നു, ജീത്തു ജോസഫ്. ത്രില്ലർ സിനിമകളുടെ ഗ്രാൻഡ് വിസാർഡ്. ക്രൈം എന്തെന്നതിലോ അതിലെ പഴുതുകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല ജീത്തു ജോസഫിന്റെ പ്ലോട്ടുകൾ. അത് കുടുംബ ബന്ധങ്ങളിലേക്കും അതിനകത്തെ മോറൽ ഡിലേമകളിലേക്കും കടക്കും. വളരെ സാധാരണക്കാരനായ നായകനെയോ കുടുംബത്തെയോ ബിൽഡ് ചെയ്യുകയും അസാധാരണമായ ഒരു പ്ലോട്ടിലേക്ക് അവരെ ഇറക്കി വിടുകയും ചെയ്യും. ജോർജ് കുട്ടിയെ തന്നെ നോക്കൂ. അയാളുടെ കഥ അത്രയും സാധാരണമാണ് എന്നതാണ് അതിലെ അസാധാരണത്വം. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുമ്പോഴും ഒരു തിയേറ്റർ സ്വപ്നം കാണുന്ന, കുടുംബത്തെ മറ്റെന്തിനു മുകളിൽ മുറുകെ പിടിക്കുന്ന ഒരു കേബിൾ TV ഓപ്പറേറ്റർ. സിസ്റ്റത്തോടുള്ള അയാളുടെയും കുടുംബത്തിന്റെയും ഭയമാണ് അയാളെ കൊണ്ട് ഈ ഓട്ടം ഓടിക്കുന്നതെന്ന് ജിത്തു ജോസഫ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസമോ പണമോ പവറോ കയ്യിലില്ലാത്ത സാധാരണക്കാരൻ ബുദ്ധി കൊണ്ട് ഒരു ലോകത്തെ കബളിപ്പിക്കുകയാണ്. അപ്പോഴും അയാൾക്കൊപ്പം നിൽക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നത് ജോർജ് കുട്ടി നേരിടുന്ന യാഥാർത്ഥ്യവും അതിലെ നീതികേടുമാണ്. പ്രായപൂർത്തിയാകാത്ത മകളുടെ നഗ്നചിത്രം പുറത്തു വന്നാൽ സിസ്റ്റവും സൊസൈറ്റിയും അതിലെ ശരിതെറ്റുകൾ മാറി മാറി ചികഞ്ഞു നോക്കി ഒടുക്കം സത്യം ആർക്കൊപ്പം നിൽക്കുമെന്ന സന്ദേഹമാണ് അയാളെ കൊണ്ട് കുറ്റം ചെയ്യിക്കുന്നത്. ഇവിടെ ഒരു പസിൽ പരിഹരിക്കപ്പെടുന്നത് കാണാൻ വേണ്ടി മാത്രമല്ല പ്രേക്ഷകർ സിനിമ കണ്ടിരിക്കുന്നത്, ആ കുടുംബം കരകയറുന്നത് കാണാൻ കൂടിയാണ്. എനിക്ക് നഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒന്ന് തിരിച്ചു തരാൻ നിങ്ങളുടെ ദൈവത്തിന് സാധിച്ചാൽ അന്ന് ഞാൻ അച്ഛനെ അനുസരിക്കാമെന്ന് പറയുന്ന സാം അലക്സ് സിനിമ അവസാനിക്കുമ്പോൾ തന്റെ ഇടത് കൈയോട് കോർത്തു പിടിക്കുന്ന മറ്റൊരു കുഞ്ഞു കൈയുണ്ട്. പ്രവീൺ അവതരിപ്പിച്ച പാർവതിയുടെ മകൾ. ഒരു ത്രില്ലറിന് അപ്പുറത്തേക്കുള്ള വൈകാരികത സിനിമയ്ക്കൊപ്പം കൂടെ കൂട്ടുകയാണ് ജിത്തു ജോസഫ് അവിടെ. നായകന് യാതൊരു അമാനുഷികതകളുമില്ല. കൂടുതൽ ബലഹീനനാകും തോറും ഇമ്പാക്ട്ഫുൾ ആണ് താനും. കൺമുന്നിൽ വെച്ച് ഭാര്യയും മകളും നഷ്ടമായ മദ്യപാനത്തിന് അടിമയായ സാം അതിൽ നിന്നും പുറത്തു കിടക്കുന്നതും സഹോദരനെ തിരികെ നേടുന്നതുമാണ് ചിത്രത്തെ കൂടുതൽ ശക്തമാക്കിയത്. അത്രയധികം ഡീറ്റെയിലിംഗും അതിനുവേണ്ടി ജീത്തു കൂടെ കൂട്ടും. ദൃശ്യം ആദ്യ ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും ഒരു കുടുംബത്തിന്റെ മുഴുവൻ നിസ്സഹായതയും ഒരു വശത്തും മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ വിങ്ങുന്നൊരു അച്ഛനെയും അമ്മയും മറുവശത്തും ഇരുത്തിയാണ് സംവിധായകൻ കരുക്കൾ നീക്കിയത്. അവിടെ തെറ്റും ശരിയുമില്ല. രണ്ടു തരം മനുഷ്യരുടെ ആകുലതകളാണ് നിറയുന്നത്. ക്ലാസിക് ക്രിമിനലായി ജോർജ് കുട്ടി മാറുമ്പോഴൊക്കെയും ഇല്ലാതായിത്തീരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയും അവർക്കുള്ളിലെ മാതൃത്വവും കാണാം. മെമ്മറീസിൽ ഭാവി തന്നെ ഇല്ലാതാക്കപ്പെട്ട പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടമായ ഒരു ഏകാഗിയെ കാണാം. എന്നാൽ നേരിലേക്ക് എത്തുമ്പോൾ അതിൽ കൃത്യമായ ശരിയും തെറ്റുമുണ്ട് താനും. സാറ എന്ന സാധാരണക്കാരിയുടെ അസാധ്യമായൊരു ഫൈറ്റാണത്. മുൻ സിനിമകളെ പോലെ കൺകെട്ട് വിദ്യയില്ല. കുറ്റം എന്തെന്നും പ്രതി ആരെന്നും ആദ്യമേ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു. അവിടെ നേരിലേക്കുള്ള വിജയമോഹന്റെ യാത്രയാണ് കിക്ക് നൽകുന്നത്. മലയാളി സെൻസിബിലിറ്റിക്ക് മേൽ ശക്തമായ കഥയൊരുക്കുന്നിടത്താണ് ജീത്തു ജോസഫ് എന്ന സംവിധായകൻ അയാളുടെ പേര് അടയാളപ്പെടുത്തുന്നത്. ഇടവിട്ട് അഡ്രിനാലിൻ റഷ് ഇൻജെക്ട് ചെയ്തുകൊണ്ടല്ല, മറിച്ച് വളരെ സ്ലോ കുക്ഡായാണ് അയാൾ കഥ പറയുക. പക്ഷേ ആ പ്ലോട്ട് റിവീലിൽ പ്രേക്ഷകർ അനുഭവിക്കുന്ന ഒരു ഡോപ്പമിൻ ബ്ലാസ്റ്റ് ഉണ്ട്. പെറുക്കിക്കൂട്ടുന്ന ചില ഫാക്റ്റുകളുണ്ട്. കഥ തുടങ്ങുന്നത് മുതൽ ഒടുക്കം വരെയും ജീത്തു ജോസഫ് പടത്തിന്റെ ക്ലൈമാക്സ് പ്രവചിക്കാൻ കീനായി കഥ കാണുന്നവരാണ് നാം. ഓരോയിടത്തും സെൻസിബിളായി ആ മേക്കർ കാഴ്ചക്കാരനെ കബളിപ്പിക്കുന്നിടത്ത് ഒരു ടോം ആൻഡ് ജെറി റേസ് നടത്തുന്നിടത്താണ് ആ സിനിമകളൊക്കെയും പ്രിയങ്കരമാകുന്നത്. അടുക്കും തോറും അകലുന്ന ഒരു മരീചികയുമായാണ് അയാൾ വീണ്ടും എത്തുന്നത്. അപർണ ബാലമുരളിയുടെയും ആസിഫിന്റെയും മറ്റൊരു ത്രില്ലർ മിറാഷ്. എന്താകും ജീത്തുവിന്റെ സർപ്രൈസ് എന്ന് കാത്തിരുന്നറിയാം.